ഒരു നിമിഷം വിജേഷ്, ഇന്നലെ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഞാനൊന്ന് കേൾപ്പിക്കാം, ഒന്ന് കേൾക്കൂ. എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. ഞാൻ കത്ത് തുറന്നു നോക്കിയില്ല. അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളത് എനിക്കറിയില്ല. പോയി വന്ന് കത്ത് വായിച്ചതിന് ശേഷം അറിയുക. ശ്രീ വിജേഷ്, അദ്ദേഹം പറയുന്നത് ആ കത്ത് തുറന്നു നോക്കിയിട്ടില്ല, ആ കത്തിൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ്. പക്ഷേ ആ കത്ത് അദ്ദേഹം തന്നെ തുറന്നു നോക്കി വായിച്ചു. പേജ് അധികമായതുകൊണ്ട് മുഴുവൻ പൂർത്തിയാക്കിയില്ല. താങ്കൾ പറഞ്ഞു അതിന്റെ കണ്ടന്റ് എന്താണ്, ഉള്ളടക്കം എന്താണെന്നല്ലേ? കണ്ടന്റ് അച്ഛൻ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ട് 3-4 പേജ് എഴുതിയതിന്റെ ലാസ്റ്റ് 1/2 ആയിട്ട് അച്ഛൻ അതിന്റെ ഉള്ളടക്കം എഴുതിയിട്ടുണ്ട്. അതാണ് അവർ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തത്. അത് KPCC പ്രസിഡന്റ് വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയില്ല എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് പച്ചക്കള്ളം. സത്യമായിട്ട് തന്നെയാണ്. അവർക്ക് എന്ത് നിഷേധിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ അവസാനത്തെ പേജിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ മരണത്തിന്റെ അവസാനത്തെ പേജിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ മരിക്കേണ്ടി വരും, മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രമായിരിക്കും എന്ന് എഴുതിയതും KPCC പ്രസിഡന്റ് വായിച്ചു. ഇതിൽ അപ്പൊ KPCC പ്രസിഡന്റിന് അറിയാമായിരുന്നു, പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നു. ഈ കത്ത് തുറന്നു നോക്കിയോ പ്രതിപക്ഷ നേതാവ് VD സതീശൻ? കൊടുത്തു. കത്ത് തുറന്നു നോക്കി വായിക്കുകയും ചെയ്തു. 10-15 മിനിറ്റ് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാര്യങ്ങൾ ചോദിച്ചോ ഒന്ന് VD സതീശൻ താങ്കളോട്? അപ്പം ആ കാര്യങ്ങൾ ചോദിച്ചിട്ട് സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഇതിൽ നിന്ന് വന്ന ഇതെനിക്ക് അങ്ങ് ഗ്രഹിച്ചില്ല. കാരണം കുറച്ച് ഇതായിട്ടാണ് സംസാരിച്ചത്. അത് അവർക്ക് ഈ പാർട്ടിയും ഈ പ്രവർത്തനമൊന്നും അല്ല, അവർക്ക് ഇതൊന്നും ഇതിൻ്റെ ഇതല്ലേ എന്ന് എനിക്ക് അല്ല എന്ന് മനസ്സിലായി. കാരണം അവർ എന്നോട് പ്രതികരിച്ചത് ആ രീതിയിലാണ്. എന്താ പറഞ്ഞത് VD സതീശൻ താങ്കളോട്? താങ്കൾ വ്യക്തികളാണെന്ന് 50 വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച, പാർട്ടിയിൽ നിന്ന് മാറാതിരുന്ന, ഒടുവിലും മരണം കൊണ്ടുപോലും പാർട്ടിക്ക് കളങ്കമേൽപ്പിക്കരുതെന്ന് വിചാരിച്ച DCC ട്രഷറർ NM വിജയന്റെ മകനാണ് താങ്കൾ. ആ പരിഗണന തന്നതേയില്ല. ഒരു പരിഗണന കിട്ടിയില്ല. എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്? ഒരു പരിഗണനയും തന്നിട്ടില്ല. ഈ കത്തിൽ പറഞ്ഞേക്കുന്ന വ്യക്തികളാണ്. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. വ്യക്തികളാണ് ഇത് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാന്ന രീതിയിൽ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നീതി കിട്ടില്ല എന്ന് തോന്നി. എല്ലാ കാര്യങ്ങളും തോന്നി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം അവരൊന്ന് നമ്മൾ ഇത് പറയുക, അത് ഇപ്പോഴും കണ്ടില്ലേ? നമ്മൾ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പിന്നെ ചിന്തിക്കണ്ടേ? ഞങ്ങൾ നേരിട്ട് കൊടുത്ത സാധനം കണ്ടിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല, അത് കുടുംബ പ്രശ്നമാണെന്ന് പിന്നെയും അവർ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പം പിന്നെ നമ്മൾ ഇപ്പം തന്നെ കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ 2 പ്രമുഖ നേതാക്കളെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ പേര് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കുടുംബ പ്രശ്നമാക്കി വഴിതിരിച്ചുവിടാൻ ഞങ്ങൾ ബന്ധുക്കളെടുത്ത് പറഞ്ഞവരെ പോലും നമ്മളിപ്പോഴും അവരുടെ പേര് പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അവർ ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് കഷ്ടമുള്ള കാര്യമല്ലേ?